കുന്നംകുളം സംഭവത്തിന് പിന്നാലെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ SHOയും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ജീവനക്കാരെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI PM രതീഷ് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കേസ് ഒഴിവാക്കാൻ 5 ലക്ഷം രൂപ കൈക്കൂലി നൽകിയതിന്റെ ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. പരാതിക്കാരനാണ് ഹോട്ടൽ ഉടമ ഔസേപ്പിന്റെ വീട്ടിലെത്തി പണം വാങ്ങിയത്. ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച തർക്കമാണ് ഈ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. കേസിൽ പോലീസ് വലിയ തോതിൽ ഒത്തുകളി നടത്തിയെന്നും ഗ്രേഡ് SI ജയേഷിന് തന്നോടുള്ള പൂർണ്ണ വൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്നുമാണ് ഔസേപ്പ് ന്യൂസ് 8നോട് പറഞ്ഞത്. ഹോട്ടൽ ഉടമ 5 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ജീവനക്കാരെ മർദ്ദിച്ചു. അപ്പോ നമുക്ക് പണനഷ്ടവും മാനഹാനിയുമാണ് നമുക്ക് കിട്ടിയ ഫലം. ഇവന് കിട്ടിയത്, ഈ മർദ്ദിച്ച SIക്ക് കിട്ടിയത് പാരിതോഷികം. ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആക്കി. ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിയിൽ കടവന്തറ സ്റ്റേഷനിൽ ഇദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ക്രമസമാധാന പാലനം നടത്തുന്നു. ഈ മർദ്ദിച്ച രതീഷ് അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടക്കുന്നുണ്ട്. അപ്പൊ ഇവൻ കുറ്റക്കാരനാണ്, കൃത്യവിലോപം നടത്തി, ഗുരുതരമായ കൃത്യവിലോപം നടത്തി പോലീസ് സേനയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ റിപ്പോർട്ട്, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ബിജു സ്റ്റീഫന്റെ റിപ്പോർട്ട്, കമ്മീഷണർ റിപ്പോർട്ട്, DIG മിസസ് അജിത ബീഗത്തിന്റെ റിപ്പോർട്ട്, IG നോർത്ത് സോൺ IG സേതുറാമിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇവനെതിരായിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കെ ഈ 1.5 വർഷമായിട്ട് 23 ഡിസംബറിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവന്റെ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യോ, പ്രൊമോഷൻ കട്ട് ചെയ്യോ, സസ്പെൻഡ് ചെയ്യോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവനെ സംരക്ഷിക്കുക. അപ്പൊ നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത് ഇവന് എന്തോ സംഘടനയുടെ ഒക്കെ എന്തോ ഭയങ്കര പിടുത്തമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോ സംഘടനയിൽ ഉണ്ടെങ്കിൽ അവര് ഇവനെ സംരക്ഷിക്കും എന്നാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കൊച്ചിയിൽ കടവന്ത്രയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? ഇത് ആരോപണം, ഈ ഹോട്ടൽ ഉടമയുടെ ആരോപണം വ്യക്തമാണ്, അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ ആരോപണപരമായ ഉദ്യോഗസ്ഥന്റെ മറുപടി എങ്ങനെയാണ്? സതീഷ്, നിലവിലിപ്പോൾ കടവന്തറ സ്റ്റേഷനിലെ CA ആണ് അദ്ദേഹം, SHO ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അദ്ദേഹം ഇപ്പോൾ അവധിയിലാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഓണാവധിയാണോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും അത്തരം ഒരു
മറുപടികളിലേക്ക്, ഔദ്യോഗികമായ ഒരു മറുപടികളിലേക്കൊന്നും എത്തിയിട്ടില്ല. എങ്കിൽ കൂടി ഈ സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. കാരണം ഇത് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. കുന്നുംകുളം സംഭവത്തിന് പിന്നാലെയാണ് തെളിവുകളടക്കം, വിശദമായ രീതിയിലുള്ള തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അതിൽ സ്റ്റേഷനിൽ വെച്ച് പരാതി പറയാൻ വന്നവരോട് അവരെ ആക്രമിക്കാൻ ചെന്നു. അതിൽ ഒരാളെ ലോക്കപ്പിലിട്ടു. ഇതിനേക്കാളും അപ്പുറം തന്നെ ഈ പരാതി തന്നെ ഒത്തുതീർപ്പാക്കുന്നതിന് വലിയ രീതിയിൽ പണം വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. പരാതിക്കാരെ തന്നെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തി അവരെ ഉപയോഗിച്ചുകൊണ്ട് പണം വാങ്ങുന്നതാണ്. പരാതിക്കാരൻ തന്നെ അത് ഈ ഹോട്ടൽ ഉടമയോട് പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ്. എന്താണ് ഈ പോലീസ് സേനയിൽ നടക്കുന്നത് എന്നത് സംബന്ധിയായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2023 മെയ് 24 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൽ പരാതിക്കാരൻ്റേതടക്കമുള്ള പ്രതികരണങ്ങളും മറ്റു വിശകലനങ്ങളും എല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ ഇയാൾക്കെതിരെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തന്നെ പരാതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് അയാൾക്ക് കയറ്റം ലഭിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ പരാതിയിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇയാൾക്ക് ഉദ്യോഗക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഈ KP ഔസഫ് എന്ന ഹോട്ടൽ ഉടമ പരാതി നൽകിയത്, ഈ കൈക്കൂലിയും ഇത്തരം സംഭവങ്ങളും കാണിച്ചുകൊണ്ട് പരാതി നൽകിയത് മൂലം അന്ന് ഈ പണം വാങ്ങാൻ നിന്നിരുന്ന പാലക്കാട് സ്വദേശി ജിതേഷ് അടക്കമുള്ളവരെ പോലീസ് പരിശോധന നടത്തുകയും അന്ന് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളിൽ നിന്ന് പണമൊന്നും കണ്ടെടുക്കാനായിട്ട് സാധിച്ചില്ല. തുടർന്ന് ഇയാൾ പിറ്റേന്ന് തന്നെ ജാമ്യത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ ഈ കേസ് വീണ്ടും അന്വേഷിക്കണം എന്നതടക്കമുള്ള ഒരു ആവശ്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ ഹോട്ടൽ ഉടമ അതിനുവേണ്ടിയുള്ള അപേക്ഷകൾ കോടതി മുഖേന നൽകിയിട്ടുണ്ട്. വൈകാതെ അത് നടപടികളിലേക്ക് നീങ്ങും. അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനടക്കം പ്രതികളാകും എന്നത് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. സജിത, അതാണ് ആരോപണം. വീണ്ടും പോലീസിനെതിരെ ആക്ഷേപം ഉയരുകയാണ്. മൂന്നാം മുറ ആക്ഷേപം പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്നു എന്നതാണ് ആക്ഷേപം. ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇടവേള.